നിങ്ങളുടെ ബിസിനസ് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നാലോചിക്കുന്നുണ്ടോ? ഒരു ബിസിനസ് പിവറ്റ് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ടെൻഷൻ തോന്നാം, അല്ലേ? കാരണം ഇത് വിജയത്തിലേക്കുള്ള ഒരു വഴി തുറന്നു തരുമെങ്കിലും ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ ഒരു യാത്ര കൂടിയാണ്. അപ്പോ ഈ വലിയ വെല്ലുവിളിയെ എങ്ങനെ ഒരു സുവർണാവസരമാക്കി മാറ്റാം? അതിന് കൃത്യമായൊരു പ്ലേബുക്ക് ഉണ്ട്, നമുക്ക് നോക്കാം. ഒരുപക്ഷേ നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കാൻ നോക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു മാർക്കറ്റിലേക്ക് കാലെടുത്തു വെക്കാൻ ശ്രമിക്കുകയാവാം. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് മോഡൽ തന്നെ മൊത്തത്തിൽ മാറ്റേണ്ടിയോ വന്നേക്കാം. ഇതിലേതാണെങ്കിലും നിങ്ങൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. ഇതൊരു സിമ്പിൾ തീരുമാനമായി തോന്നാമല്ലേ? പക്ഷെ ഒരു പിവറ്റിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്രമാത്രം റിസ്കുകളാണെന്നറിയാമോ? പഠനങ്ങൾ പറയുന്നത് 129, അതെ 129 തരത്തിലുള്ള പ്രശ്നങ്ങൾ വരെ ഒരു ബിസിനസ് പിവറ്റിൽ ഉണ്ടാവാം. ഈ നമ്പർ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും പ്ലാനിങ് എത്രത്തോളം പ്രധാനമാണെന്ന്. പക്ഷേ ഈ 129 എന്ന വലിയ സംഖ്യ കേട്ട് പേടിക്കുമെന്നും വേണ്ട. കാരണം ഓരോ റിസ്ക്കും മുൻകൂട്ടി കണ്ടാൽ അതിനെ നേരിടാനും ഒരു വഴിയുണ്ടാവും. അതിനാണ് നമുക്കൊരു പ്ലേ ബുക്ക് വേണ്ടത്. ആ പ്ലേ ബുക്കിന്റെ ഓരോ പേജും നമുക്കിന്നൊരുമിച്ച് മറിച്ചു നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പ്ലേ ബുക്കിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മൾ കൃത്യമായി മാറ്റാൻ പോകുന്നത്? ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തുന്നിടത്താണ് എല്ലാം തുടങ്ങുന്നത്. ഒരു പിവറ്റ് പല രൂപത്തിൽ വരാം. ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രോഡക്റ്റിലോ സർവീസിലോ ഉള്ള ഒരു മാറ്റമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തന്നെ മാറ്റുന്നതാവാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് മോഡലോ ടെക്നോളജിയോ ഒക്കെ മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയേണ്ടി വരും. എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ഐഡിയ കിട്ടിയാൽ അടുത്ത പടി ആ വഴിയിലെ കുഴികളും അപകടങ്ങളും എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ്. നമ്മളൊരു നിധി തേടി പോകുമ്പോൾ പോകുന്ന വഴിയിലെ അപകടങ്ങളൊക്കെ അടയാളപ്പെടുത്തിയൊരു മാപ്പ് കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? അതുപോലെ ഒന്നാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പുകളുണ്ട്. 1. എന്താണ് മാറ്റം എന്ന് കൃത്യമായി നിർവചിക്കുക. 2. നിങ്ങളുടെ ടീമിനൊപ്പം ഇരുന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ റിസ്കുകളെക്കുറിച്ചും ഒന്ന് ബ്രെയിൻസ്റ്റോം ചെയ്യുക. 3ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഓരോ റിസ്ക്കും നിങ്ങളുടെ ബിസിനസ്സിനെ എത്രത്തോളം ബാധിക്കും, അത് സംഭവിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നതനുസരിച്ച് അവയ്ക്ക് മുൻഗണന നൽകുക. ഇത് ചെയ്യാൻ നമുക്കിതുപോലൊരു സിമ്പിൾ ടേബിൾ ഉപയോഗിക്കാം. ഓരോ റിസ്ക്കും എന്താണെന്ന് എഴുതുക. ഉദാഹരണത്തിന്, വരുമാനം കുറയാനുള്ള സാധ്യത. അതൊരു സാമ്പത്തിക റിസ്ക്കാണ്. ഇതിന്റെ ഇമ്പാക്റ്റ് ഹൈ ആയിരിക്കും, പക്ഷേ ഇത് സംഭവിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഒരു മീഡിയം ആയിരിക്കാം. ഇങ്ങനെ ഓരോ റിസ്കിനെയും നമ്മൾ റേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് ആദ്യം നമ്മുടെ ശ്രദ്ധ വേണ്ടതെന്ന് ക്ലിയർ ആകും. റിസ്കുകൾക്ക് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പണി അവയെ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുക എന്നതാണ്. പ്രധാനപ്പെട്ട ചില റിസ്ക് കാറ്റഗറികൾ നമുക്കൊന്ന് അടുത്തു നോക്കാം. പണം അതുതന്നെയാണ് എപ്പോഴും ആദ്യത്തെ ടെൻഷൻ. വരുമാനം പെട്ടെന്ന് കുറഞ്ഞാൽ കയ്യിലുള്ള കാശ് തീർന്നു പോകും. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ നമ്മൾ ചെലവാക്കുന്ന കാശിന് മുതലുപോലും കിട്ടാത്ത അവസ്ഥ വരും. അതാണ് നെഗറ്റീവ് ROI. പോരാത്തതിന് കൃത്യസമയത്ത് ഫണ്ടിങ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. ഇനിയിപ്പോ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിലെ കാര്യങ്ങൾ നോക്കാം. സപ്ലൈ ചെയിനിലൊരു പ്രശ്നം വന്നാൽ പ്രൊഡക്ഷൻ തന്നെ നിന്നുപോകാം. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ താമസിച്ചാൽ ചിലപ്പോൾ മാർക്കറ്റിലെ ഒരു സുവർണാവസരം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ഡെലിവറിയിലെ പ്രശ്നങ്ങൾ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. മാർക്കറ്റിൽ നിന്നും കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും വരാൻ സാധ്യതയുള്ള റിസ്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ പുതിയ ഐഡിയയ്ക്ക് മാർക്കറ്റിൽ വേണ്ടത്ര ഒരു സ്വീകാര്യത കിട്ടിയില്ലെങ്കിലോ? നിലവിലുള്ള കസ്റ്റമേഴ്സ് നിങ്ങളെ വിട്ടുപോയാലോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ച് ആളുകൾക്ക് കൺഫ്യൂഷനായാൽ എന്തു ചെയ്യും? ഇതെല്ലാം മാർക്കറ്റിലെ നമ്മുടെ സ്ഥാനത്തെ വല്ലാതെ ദുർബലപ്പെടുത്താം. ഓക്കെ, അപ്പോ അപകടങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ പ്ലേബുക്കിന്റെ യഥാർത്ഥ ശക്തി നമ്മൾ കാണാൻ പോകുന്നത്. പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നതിൽ നിന്ന് അവയെ നേരിടാനുള്ള ആക്ഷൻ പ്ലാനുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ പ്രതിരോധത്തിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. 1. പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അഥവാ പ്രിവെന്റീവ് മെഷേഴ്സ്. 2. ഇനി അഥവാ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ആ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ബി, അഥവാ കോണ്ടിൻജൻസി പ്ലാൻസ്. ഒന്നുകൂടി ക്ലിയറാക്കി പറയാം. പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ കണ്ടിൻജൻസി പ്ലാൻ എന്നുവെച്ചാൽ ഇനി അഥവാ പ്രശ്നം വന്നാൽ അതിന്റെ ആഘാതം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ അതിൽ നിന്നും വേഗം റിക്കവർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ പ്രതിരോധം കംപ്ലീറ്റ് ആകുന്നത്. ഒരു കാര്യം ഓർക്കണം, ഈ പ്ലേബുക്ക് എന്ന് പറയുന്നത് ഒരു തവണ എഴുതി അലമാരയിൽ വെക്കാനുള്ള ഒരു സാധനമല്ല. മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ റിസ്കുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടിതൊരു ലൈവ് ഡോക്യുമെന്റായി കാണണം, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിലെല്ലാം ഏറ്റവും പ്രധാനം നല്ല കമ്മ്യൂണിക്കേഷനാണ്.
ആര്, എന്ത്, എപ്പോൾ അറിയണം എന്നതിന് ഒരു ക്ലാരിറ്റി വേണം. നിങ്ങളുടെ ടീമിന് എല്ലാ ആഴ്ചയും അപ്ഡേറ്റുകൾ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒരേ പേജിലായിരിക്കും. ഇൻവെസ്റ്റേഴ്സിന് മാസത്തിലൊരിക്കൽ പുരോഗതി അറിയിക്കുക. അത് അവരുടെ കോൺഫിഡൻസ് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. കാര്യങ്ങൾ ട്രാക്കിലാണോ എന്നറിയാൻ ഇതുപോലെയൊരു ഡാഷ്ബോർഡ് സൂപ്പറാണ്. നമ്മുടെ ബിസിനസിന്റെ ഹെൽത്ത് കാണിക്കുന്ന ചില പ്രധാന നമ്പറുകൾ, അതായത് KPIs, നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് കസ്റ്റമർ റീടെൻഷൻ, അതായത് എത്ര കസ്റ്റമേഴ്സ് നമ്മളോടൊപ്പം തുടരുന്നു എന്നത്. അത് 75% താഴോട്ട് പോയാൽ അതൊരു റെഡ് അലേർട്ടാണ്. നമ്മൾ ഉടൻ തന്നെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കണം. അപ്പോ എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏറ്റവും വലിയ 3 അപകടസാധ്യതകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. അവയെ ഇപ്പോൾ തന്നെ നേരിടാൻ ചെറിയ ചെറിയ പ്ലാനുകൾ ഉണ്ടാക്കുക. ഭാവിയിൽ അവ ആവർത്തിക്കാതിരിക്കാൻ വലിയ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക. പിന്നെ ഓരോ പ്ലാനും നടപ്പിലാക്കാൻ ആർക്കാണ് ഉത്തരവാദിത്തം എന്ന് കൃത്യമായി തീരുമാനിക്കുക. അപ്പോ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യത്തിലേക്കാണ് ഇതെല്ലാം എത്തുന്നത്. ഈ പിവട്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വിജയകരമായി മുന്നോട്ടു പോകാൻ അവയെ എങ്ങനെ ബുദ്ധിപരമായി നേരിടാം? ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരമാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കാൻ പോകുന്നത്.